നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെതിരെ പൊരുതി നേടിയ വിജയത്തോടെ ഏഷ്യ കപ്പ് കിരീടത്തിൽ 9ാം തവണ ഇന്ത്യ ഇന്നലെ മുത്തമിട്ടു. എല്ലാവരും അവരുടെ ആഘോഷം സന്തോഷമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തിയ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ ഒരു ഏഷ്യ കപ്പ് കിരീടത്തിൽ ഇന്ത്യ മുത്തമിട്ടതിന് പിന്നാലെ രാഹുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ്. വളരെ ശ്രദ്ധേയമായ വാക്കുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് രാഹുലിന്റെ വാക്കുകൾ ഫേസ്ബുക്കിൽ ആ ഒരു വിജയം, അതായത് ഇന്ത്യയുടെ വിജയം അത് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുൽ കുറിച്ചത് ഇപ്രകാരമാണ്: ഒരു കണക്കും വീട്ടാതെ പോകില്ല, അതും രാജ്യത്തിനായി പോരാടിയവർക്കും വീരമൃത്യു വരിച്ചവർക്ക് വേണ്ടിയുള്ളത് എന്ന ഒരു ക്യാപ്ഷനോടെയാണ് ഈ ഒരു വിജയാഘോഷം രാഹുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അതിൽ ഒരു കണക്കും വീട്ടാതെ പോകില്ല എന്ന രാഹുലിന്റെ വാക്കുകൾ അത് മറ്റെന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള സംസാരമാണ്, അല്ലെങ്കിൽ മറ്റെന്തിനെയോ ഒക്കെ കുത്തി പറയുന്നത് പോലെ തോന്നുന്നു എന്നതടക്കമുള്ള കമന്റുകൾ നിറഞ്ഞിരിക്കുകയാണ്. ഒരു വിലയിരുത്തലുകൾ വന്നിരിക്കുകയാണ്. ഒരു കണക്കും വീട്ടാതെ പോകില്ല എന്ന് രാഹുൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ വന്നിരിക്കുന്ന കമന്റുകളൊന്ന് നോക്കാം. കണക്കുകളൊക്കെ പലിശ ചേർത്ത് വീട്ടാനുള്ളതാണ് എന്നാണ് ഒരാൾ കുറിച്ചിരിക്കുന്നത്. എല്ലാറ്റിനും നമ്മൾ കണക്ക് ചോദിച്ചിരിക്കും, കണക്ക് ചോദിച്ചേ പോകുമെന്ന് മറ്റൊരാൾ കമന്റിലൂടെ കുറിച്ചിരിക്കുന്നു. ഒന്നും മറക്കില്ല, എല്ലാ കണക്കും നമ്മൾ തീർക്കുമെന്ന് വേറൊരാളും കമന്റിൽ ഈ ഒരു പോസ്റ്റിന് മറുപടിയായിട്ട് പറയുന്നു. മാത്രമല്ല മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് എന്തോ കുത്തി പറയും പോലെ തോന്നുന്നുണ്ട് എന്നാണ്. മറ്റൊരു കമന്റ്: ഒന്നും വീട്ടാതെ പോകില്ല, നമ്മൾ കണക്ക് തീർത്തേ പറ്റൂ, ഏത് കണക്കായാലും അത് തീർക്കണം, CPM ഓർത്തിരിക്കട്ടെ, തീർച്ചയായും വീട്ടണം, അല്ലെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, പക അത് വീട്ടാൻ തന്നെയുള്ളതാണ് എന്നതടക്കമുള്ള കമന്റുകൾ. അതായത് അദ്ദേഹം ആ ഒരു വിജയം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ സമീപകാലത്ത് താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായുള്ള വിവാദങ്ങൾ, അതിനെയും കൂടി കൂട്ടിയിണക്കിയാണ് താൻ ഇത്തരത്തിലൊരു ക്യാപ്ഷൻ പങ്കുവച്ചിരിക്കുന്നത് എന്നൊരു വിലയിരുത്തൽ നിലവിലുണ്ടായിരിക്കുകയാണ്. എന്തായാലും ആ പോസ്റ്റിന് കീഴെ ഇത്തരത്തിലുള്ള കമന്റുകളാണ് നിറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 38 ദിവസത്തിന് ശേഷം തന്നെ ഓഫീസിലെത്തി, പാലക്കാടെത്തി ഓഫീസിൽ പ്രവർത്തിച്ചു. കാണാനെത്തിയവരിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഔദ്യോഗികമായ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. താൻ പാലക്കാട്ട് തന്നെ തുടരുമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്നുമായിരുന്നു രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. രാഹുലിനെ സ്വീകരിക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിനെ ലീഗിന്റെ ഭാരവാഹികൾ എത്തിയിരുന്നു. രാഹുലിനെ ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു മാർച്ച് നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം DYFയും BJPയും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. രാഹുലിനെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, MLA ഓഫീസിൽ കയറ്റാൻ അനുവദിക്കില്ല, അത്തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ ഉയർത്തി. പക്ഷേ രാഹുൽ പ്രവേശിക്കുന്നതിനെതിരെ പ്രതിഷേധ വിളംബരത്തിൽ ഒതുങ്ങി DYFയുടെ പ്രതിഷേധം. വൈകിട്ട് 4 രാഹുൽ ഓഫീസിൽ എത്തുമ്പോൾ പ്രതിഷേധക്കാർ ആര് തന്നെ BJPയോ DYFയോ അവിടെ ഉണ്ടായിരുന്നില്ല. രാവിലെ 9:30 പാലക്കാട് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് S. സേവ്യറിന്റെ സഹോദരന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ രാഹുൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. നഗരത്തിലെ പ്രാദേശിക കോൺഗ്രസ് ഭാരവാഹികൾ രാഹുലിനെ കാണാനെത്തി. മറ്റു മരണ വീടുകളും സന്ദർശിച്ച അദ്ദേഹം അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ പൗലോസിന്റെ മണ്ണാർക്കാട്ട് വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. KSG ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രശോഭ് വത്സൻ എന്നിവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. പൗലോസിന്റെ വീട്ടിലെത്തിയപ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ഒരു വിഭാഗം തടഞ്ഞതോടെ ചെറിയ വാഗ്വാദമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ പൗലോസിന്റെ വീട്ടിലെത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, ബെന്നി ബെഹനാൻ MP, BA അബ്ദുൾ മുത്തലീഫ് എന്നിവരും അവിടെ ഉണ്ടായിരുന്നു. കാര്യമായ സംഭാഷണം ഇവരുമായി ഉണ്ടായില്ല. പൗലോസിന്റെ ഭൗതിക ശരീരത്തിൽ കോൺഗ്രസ് പതാക പുതപ്പിക്കുമ്പോൾ രാഹുൽ മുറിക്ക് പുറത്തു നിന്നു. വൈകുന്നേരം 4 ഓഫീസിലെത്തിയ രാഹുലിനെ മുദ്രാവാക്യത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. നിവേദനം നൽകാൻ എത്തിയവരിൽ നിന്ന് അത് വാങ്ങുകയും ചെയ്തു. മണ്ഡലത്തിലെ വികസന സംബന്ധമായ വിഷയങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് കത്തൊപ്പിട്ട് നൽകി മടങ്ങുകയും ചെയ്തു. രാഹുലിനെതിരെ BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ വനിതകൾ ചൂലുമായി പ്രതിഷേധം നടത്തിയിരുന്നു. മാത്രമല്ല, ഈ ഒരു പ്രതിഷേധം കാരണം പാലക്കാട് ചിറ്റൂർ റോഡിൽ ഗതാഗതം മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. 20 പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. 10 പേരെ അറസ്റ്റ് ചെയ്തു. DYSPമാരായ M. സന്തോഷ് കുമാർ, N. മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നഗരത്തിലുണ്ടായിരുന്നു. രാഹുൽ കടന്നുപോകുന്ന വഴികളിലെല്ലാം പോലീസ് കാവലുണ്ടായിരുന്നു. MLA ഓഫീസിനടുത്തുള്ള വീടുകളിലും രാഹുൽ സന്ദർശനം നടത്തിയിരുന്നു. അതേസമയം
രാഹുൽ മങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണ കേസിൽ ഗർഭചിത്രത്തിനിരയായതായി പറയപ്പെടുന്ന 2 യുവതികളുടെ മൊഴി രേഖപ്പെടുത്തുന്നത് വൈകുന്ന സാഹചര്യമുണ്ടായിരുന്നു. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ഈ പെൺകുട്ടികൾ വ്യക്തമാക്കിയ സാഹചര്യത്തിലായിരുന്നു മൊഴിയെടുക്കുന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനമെടുക്കാതിരുന്നത്. ഇവരുമായി രാഹുൽ സംസാരിക്കുന്ന ശബ്ദരേഖയിലാണ് ഗർഭചിത്രം സംബന്ധിച്ച സൂചനയുണ്ടായിരുന്നത്. പുറത്തുവന്ന സംഭാഷണങ്ങളുള്ള ശബ്ദം രാഹുലിന്റെ തന്നെയെന്ന് സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തു. രാഹുൽ അശ്ലീല സംഭാഷണം നടത്തിയെന്നതടക്കം പരാതികൾ നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 11 പേരുടെ മൊഴിയാണ് എടുത്തിട്ടുള്ളത്. ഇരകളാക്കപ്പെട്ട സ്ത്രീകളുമായി സംസാരിച്ച 4 വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയും ഇക്കൂട്ടത്തിൽ ഉണ്ട്. അതേസമയം രാഹുലിന്റെ മൊഴിയെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയാക്കിയെന്ന ആരോപണം രാഹുൽ നേരിടുന്നുണ്ട്. പക്ഷേ കേസിൽ തുടർ നടപടി സ്വീകരിക്കാൻ ഇരകളുടെ മൊഴി അനിവാര്യമാണ്. ഗർഭചിത്രം നടന്നതായി തെളിയിക്കുന്നതും വെല്ലുവിളിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പറഞ്ഞു. ശുദ്ധത വരുത്തേണ്ടത് രാഹുലിന്റെ ബാധ്യതയാണ്. ലീഗിന്റെ പരിപാടിയിലേക്ക് രാഹുലിനെ ക്ഷണിച്ചിട്ടില്ല. എന്നാൽ MLA എന്ന നിലയ്ക്ക് രാഹുൽ മണ്ഡലത്തിൽ വരണമെന്നാണ് ലീഗ് നിലപാട് എന്നതടക്കമുള്ളൊരു നിലപാടൊക്കെ രാഹുൽ മണ്ഡലത്തിൽ എത്തുന്നതിന് തൊട്ടു മുന്നേ മരക്കാർ മാരായമംഗലം പ്രതികരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പാലക്കാട് എത്തിയാൽ ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടരുതെന്ന് എന്നാണ് തന്റെ അഭിപ്രായം. അത് പാലക്കാട് എത്താതിരിക്കുമ്പോൾ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുക MLA ആണ്. അപ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാകരുത് എന്നാണ് തന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ലൈംഗിക പീഡന ആരോപണങ്ങൾക്കിടെ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് നേതൃത്വത്തിന്റെ മൗന അനുവാദത്തോടെയെന്ന് വിലയിരുത്തൽ. MLA എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാകണമെന്ന ആവശ്യം DCC നേതൃത്വവും മുസ്ലിം ലീഗും കോൺഗ്രസ് സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം രാഹുൽ വഴിമാറി നടക്കേണ്ട ആവശ്യമില്ലെന്നും കോൺഗ്രസ് ഒരു വിലക്ക് കൽപ്പിച്ചിട്ടില്ലെന്നും DCC പ്രസിഡന്റ് A തങ്കപ്പനും പ്രതികരിച്ചിരുന്നു. എന്തായാലും രാഹുലിന്റെ വരവ് അത് വലിയ രീതിയിൽ തന്നെ ഒരു ആഘോഷം എന്നതിലുപരി ഒരു ചില വിലയിരുത്തലുകൾ നയിച്ചിരുന്നു. ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകർ കെട്ടിപ്പിടിച്ചും ഷോൾ അണിയിച്ചുമായിരുന്നു രാഹുലിനെ സ്വീകരിച്ചത്. MLA ഓഫീസിലെ സ്വന്തം കസേരയിലിരുന്ന ശേഷം 2 പരാതികളും അദ്ദേഹം പരിശോധിച്ചിരുന്നു. പ്രവർത്തകരോട് കുശലം ചോദിച്ച ശേഷം മാധ്യമ പ്രവർത്തകരെ കാണുകയും ചെയ്തു. ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നും എല്ലാം വിശദമായി പിന്നീട് അറിയിക്കാമെന്നുമായിരുന്നു മാധ്യമ പ്രവർത്തകരോട് രാഹുൽ പറഞ്ഞത്. വരും ദിവസങ്ങളും മണ്ഡലത്തിൽ തന്നെ ഉണ്ടാവുമെന്നും മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി രാഹുൽ പറയുകയുണ്ടായി. പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നില്ലെന്നും അത് നടക്കട്ടെ എന്നും രാഹുൽ പ്രതികരിച്ചു. എന്തായാലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതൊരു മറുപടി എന്നോണം രാഹുൽ അത് പറയുന്നുണ്ട്. കണക്കുകൾ തീർത്തല്ലേ പറ്റുന്നതടക്കമുള്ള ഒരു പരാമർശമൊക്കെ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.